ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. നന്ദന വളരെ അഹങ്കാരത്തോടെ പ്രതാപനോടും ഋതിയോടും എടുത്തിട്ട് വന്നിട്ട് പറയാം, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പ്രതാപൻ അത് കേട്ടിട്ട് ചോദിക്കുക, എന്താണാവോ ആ പ്രധാനപ്പെട്ട കാര്യം? ഞാനേ ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ഋതികയും യാമിനിയും ഇങ്ങനെ പരസ്പരം ഞെട്ടി നോക്കുക. ഋതിക ചോദിക്കുക, നീ എന്തൊക്കെയായി പറയുന്നേ? നമ്മുടെ വീടെന്തിനാ വിൽക്കുന്നത്? അതെ, ബിസിനസ് ആവശ്യങ്ങൾക്കായി എനിക്ക് വലിയൊരു ഫണ്ട് ആവശ്യമുണ്ട്. തൽക്കാലം ഞാൻ നോക്കിയിട്ട് ആ ഒരു വഴിയെ കാണുന്നുള്ളൂ. അത് നടക്കില്ല, വീട് വിൽക്കുന്ന കാര്യത്തിൽ ഞാൻ യോജിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഋതിക പറയുക. പാവം, ഋതികയുടെ കയ്യിൽ നിന്ന് വീടും എല്ലാം പോയ കാര്യം അവളങ്ങ് മറന്നു. അതും ആരോട്? അഹങ്കാരിയായ നന്ദനയോട്. അവൾ പറയാ, ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാനല്ല വന്നത്, ഇതേ എൻ്റെ തീരുമാനമാണ്. ഈ കാര്യത്തിൽ ഇനി യാതൊരു മാറ്റവും ഇല്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് നന്ദന അങ്ങ് പോയി. വീട് വിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രതാപനാകെ തളരുമല്ലോ. അവൻ്റെ ആ തളർച്ച കാണാനാണ് അവളുടെ അടുത്ത പദ്ധതി. പ്രതാപൻ പറയുക, അനന്തം പിള്ളയുടെ വിഷം അതിൻ്റെ ഇരട്ടിയായിട്ട് കണ്ട് അവൻ്റെ മോക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതാപ, ഇതിനു മുമ്പ് നീ ജനിപ്പിച്ച സ്വന്തം മകളെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ അനന്തം പിള്ളയുടെ മകളെ കണ്ടുപഠിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? ഇത്ര നല്ല സ്വഭാവമുള്ള നല്ല പാവം പിടിച്ച കുട്ടിയാണ്, നല്ല തറവാടിത്വം ഐശ്വര്യമുള്ള ഒരു കുട്ടി. ഇപ്പൊ പാവം പിടിച്ച കുട്ടിയുടെ തനി സ്വഭാവം നീ കണ്ടോ? അതാണ് പറയുന്നത്, മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ലെന്ന്. സ്വന്തം മകളുടെ കഴിവ് മനസ്സിലാക്കാതെയാണ് അന്യവന്റെ കുഞ്ഞിനെ പുകഴ്ത്തിയത്. സങ്കടം കൊണ്ട് തൊണ്ടയിടറിക്കൊണ്ട് പ്രതാപം പറയുക, അമിതമായി ആരെയും വിശ്വസിക്കരുതെന്ന് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും പത്മാവതിയെക്കുറിച്ച് നിനക്ക് മനസ്സിലായില്ലല്ലോ. അംബിക പറഞ്ഞുണ്ടാക്കിയ തെറ്റിദ്ധാരണയിൽ എന്തെങ്കിലും പരമാർത്ഥം ഉണ്ടായിരുന്നോ എന്ന് ഇനിയെങ്കിലും നിനക്കൊന്ന് സംശയത്തോടെ നോക്കിക്കൂടെ? സങ്കടത്തോടെ അച്ഛനെ നോക്കി നിൽക്കുന്ന ഋതികയോട് പറയുന്നു, സാരമില്ല മോളെ, എല്ലാം വിധിയെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. അങ്ങനെ പറഞ്ഞല്ല പറ്റത്തുള്ളൂ. ഇനി അഹങ്കാരം അതിര് കവിഞ്ഞപ്പോൾ കാണിക്കേണ്ടതും കാണിക്കേണ്ടാത്തതും എല്ലാം കാണിച്ചിട്ട് ലാസ്റ്റ് വിധിയെ പഴി പറഞ്ഞാൽ മതിയല്ലോ. നടന്ന സംഭവങ്ങൾ എത്ര പ്രാവശ്യം ഋതിക പറയാൻ ശ്രമിച്ചു. അപ്പോഴൊന്നും എനിക്ക് കേൾക്കണ്ട എന്നും പറഞ്ഞു. ഇപ്പൊ പറയുന്നു, മോള് വിഷമിക്കേണ്ടെന്ന്. നന്ദനയുടെ പുറകെ ദീപക് എന്നാണ്ട് ബെഡ്റൂമിലോട്ട് വരുക. നന്ദന പറയാ, ദീപുവിന് എത്ര പ്രാവശ്യം ഞാൻ പറയുന്നതാ, നമ്മൾ രണ്ട് ബെഡ്റൂമിലോട്ട് കയറിക്കഴിഞ്ഞാൽ ആ ഡോർ അങ്ങോട്ട് അടയ്ക്കണമെന്ന്. പോയി ഡോർ അടയ്ക്ക് ദീപു. ദീപുവിനോട് ഒരു കാര്യം എത്ര പ്രാവശ്യം ഞാൻ പറയേണ്ടത്? ഇനി ഞാൻ ദേഷ്യപ്പെട്ടു എന്നും പറഞ്ഞ് ആറ് നിന്നും മോങ്ങുകയൊന്നും ചെയ്യരുത്. ഞാൻ ദീപുവിൻ്റെ വീട്ടുകാരോടൊക്കെ കാണിക്കുന്ന പ്രവൃത്തിക്ക് ദീപുവിന് വിഷമമൊന്നും ഇല്ലല്ലോ. ഏയ്, ഒരു വിഷമവും ഇല്ല നന്ദു, അവരൊക്കെ ഇത് അനുഭവിക്കേണ്ടവരാ, എൻ്റെ അമ്മ ഉൾപ്പെടെ. അങ്ങനെ തന്നെ പറയണോടാ ദീപക്കെ, നീ അംബികയുടെ മോനല്ലേ. നന്ദുവിനറിയാവോ, ഈ വീട്ടിലുള്ള എല്ലാവരുടെയും നമ്പർ 1 ശത്രുവാണ് ഈ ഞാൻ. എന്നിട്ട് ഞാൻ അവരോടൊക്കെ പലതും പറയുമ്പോൾ ദീപു എന്തിനാ സൈലന്റ് ആയിട്ട് നിൽക്കുന്നേ? അയ്യോ, അതെന്താ നന്ദു അങ്ങനെ പറഞ്ഞത്? നന്ദു സംസാരിക്കുമ്പോൾ കൊളാന്ന് നടുക്ക് കയറി മിണ്ടരുതെന്ന് നന്ദു അല്ലേ എന്നോട് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞത് നന്ദനയ്ക്ക് വളരെ സുഖിച്ച്. എടാ നട്ടല്ലില്ലാത്ത മൃഗവേ, എന്തിനാടാ ഇതൊക്കെ നീ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ ആരോ ഡോറെ തട്ടുന്നുണ്ട്. ദീപു, പോയി ആരാന്ന് നോക്ക്. സങ്കടത്തോടെ തല കുനിച്ചിട്ട് ഋതിക അങ്ങോട്ട് വരുന്നുണ്ട്. ദീപക്ക് ഋതികയെ നോക്കിയെങ്കിലും അവന്റെ ഉള്ളിലൊരു വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ നന്ദനെ ഭയന്നവനത് കാണിക്കാനും പറ്റുന്നില്ല. ഋതിക ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയാണ് നന്ദനെ അങ്ങനെ ഇരിക്കുന്നത് തന്നെ. ഋതികയെ കണ്ട് പരിഹാസത്തോടെ, ആ നീ വരുമെന്ന് ഞാൻ കരുതിയിരുന്നതാ. നിന്നെ കണ്ടിട്ട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. നന്ദന, ഒരിക്കൽ കൂടി ഞാൻ പറയുക, ഈ വീട് വിൽക്കാനുള്ള നിന്റെ തീരുമാനം മാറ്റണം. പെട്ടെന്ന് ആ പെൺകോന്തൻ ദീപക് കയറി പറയുക, അതെന്തു മര്യാദകേടാ പറയുന്നത്? അവരവരുടെ പ്രോപ്പർട്ടീസ് അവരവർക്ക് വിൽക്കാനുള്ള അധികാരമില്ലേ? ഓവർ സ്മാർട്ട് കളിക്കാൻ നോക്കിയ ദീപക്കിനോട് നന്ദന പറയാം, ദീപു വേണ്ട, ഇവളോട് പറയേണ്ട മറുപടിയൊക്കെ ഞാൻ പറഞ്ഞോളാം. ദീപു ഇടയ്ക്കേറി സംസാരിക്കാനൊന്നും വരണ്ട. അഹങ്കാരത്തോടെ ചാടി എഴുന്നേറ്റിട്ട് നന്ദന പറയാം, എടി, ഞാൻ ഇങ്ങനത്തെ കടുത്ത തീരുമാനമൊന്നും എടുക്കില്ലായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് എടുപ്പിച്ചത് നീയും നിന്റെ തന്തയും കൂടിയാ. അതിന്റെ കാരണം എന്താ നിനക്കറിയാവോ? നിന്റെ അച്ഛൻ പ്രതാപവർമ്മയുടെ പ്രതാപം ഇല്ലാതാക്കാൻ. അച്ഛനെ പറഞ്ഞാൽ ഋതികയ്ക്ക് സഹിക്കില്ലല്ലോ. പ്രതാപവർമ്മയുടെ പ്രതാപവും ഇമേജും എല്ലാ കാലവും നിലനിൽക്കും. അതൊന്നും എൻ്റെ അച്ഛനെ ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല, അതൊക്കെ കാലങ്ങളായി ഉണ്ടാക്കിയെടുത്തതാ. നിർത്തടി, അവളുടെ അച്ഛൻ്റെ ഒരു മാഹാത്മ്യം. എടി, ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന നിന്റെയും പ്രതാപവർമ്മയുടെയും ദാരിദ്ര്യം അതൊക്കെ നാട്ടുകാരറിയണം. അതൊക്കെ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി തന്നെയാ നന്ദനാപിള്ള ഇതൊക്കെ ചെയ്യുന്നത്. മണിമാളികയിൽ നിന്നും കുടിലോട്ട് താമസം മാറിയ പ്രതാപവർമ്മയോട് സഹായം ചോദിക്കാൻ വരുന്നവര് ആരൊക്കെയാണെന്ന് എനിക്കൊന്ന് കാണണം. അയാളെ വലിയ ദൈവമായിട്ടും മഹാനായിട്ടുമൊക്കെ കണ്ടവരൊക്കെ അയാൾ കുടിലോട്ട് താമസം മാറുമ്പോൾ വരുവോന്നൊന്ന് എനിക്കൊന്ന് കാണണം.
വാടക പോലും കൊടുക്കാൻ കഴിവില്ലാതെ താമസിക്കുന്ന നിനക്കും നിന്റെ അച്ഛനും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടേണ്ടി വരും. അപ്പോൾ പിന്നെ രാവിലെ ഇവിടെ വന്ന് എന്നെ ചീത്ത പറഞ്ഞ അവരില്ലേ, അവരും നിന്റെ അച്ഛനും നീയും ഒക്കെ ഒരുപോലത്തെ തെണ്ടികളാവും. ബെഗേഴ്സ്, പിച്ചക്കാർ, അതൊക്കെ എനിക്ക് കൺകുളിർക്ക കാണണം. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ അച്ഛൻ അയച്ചു കൊടുക്കും. അത് കാണുമ്പോൾ എൻ്റെ അച്ഛന് വലിയ സന്തോഷമാവുകടി. ഒന്നും മിണ്ടാതെ മൗനമായിട്ട് ഋതിക നിൽക്കുക. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോടി? ഇറങ്ങി പോടി പുറത്തോട്ട്. ഋതിക ഒന്നും മിണ്ടാതെ ഇറങ്ങി അങ്ങ് പോയി. വാവിട്ട് കരഞ്ഞതുകൊണ്ടോ പൊട്ടിക്കരഞ്ഞതുകൊണ്ടോ ഋതിക ഇനി യാതൊരു ഫലവും ഇല്ല. ജന്മം തന്ന അമ്മയെയും താലി കെട്ടിയ ഭർത്താവിനെയും നീ അവഗണിച്ചതല്ലേ? ഇത്രയൊക്കെ നിന്റെ അമ്മ പരിശുദ്ധയാണെന്ന് പറയാൻ നോക്കിയപ്പോഴും ഭാര്യയ്ക്കോ മകൾക്കോ യാതൊരു പ്രാധാന്യം കൊടുക്കാതെ ചേച്ചി പറയുന്നത് മാത്രം വിശ്വസിച്ച് ജീവിച്ച ആ പ്രതാപന് വേണ്ടിയാണ് നീ എല്ലാം ത്യജിച്ചത്. അപ്പം അച്ഛനോടൊപ്പം നീയും അനുഭവിക്ക്. വാടക പോലും കൊടുക്കാൻ കഴിവില്ലാതെ കണ്ടവൻ്റെ വീട്ടിൽ തെണ്ടി നിൽക്കാൻ പോകുന്ന നിനക്കും നിന്റെ അച്ഛൻ്റെയും വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ അച്ഛൻ അയച്ചു കൊടുക്കും എന്നൊക്കെയാ നന്ദന പറഞ്ഞതോർത്ത് ഋതിക ഇങ്ങനെ പൊട്ടിക്കരയുക. പൊട്ടിക്കരയുന്ന ഋതികയുടെ അടുത്തോട്ട് യാമിനി ചെല്ലുന്നുണ്ട്. ചെറിയമ്മേന്ന് വിളിച്ചോണ്ട് ഋതിക യാമിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ഈ കുഞ്ഞിൻ്റെ കണ്ണുനീര് വീഴാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ലല്ലോ. എന്തിനാ ഭഗവാനെ ഞങ്ങളോട് ഈ പരീക്ഷണം? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഭഗവാനെ? കരയാതിരിക്കുമോളെ, അല്ലാതെ ഈ ചെറിയമ്മ എന്തു പറയാന്? നല്ല മനസ്സോടെ നമ്മൾ പലതും ചെയ്തു, പക്ഷേ നമ്മുടെ അനുഭവം ഇങ്ങനെ ആയിപ്പോയി മോളെ. ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഏറി വരുമ്പോൾ എൻ്റെ അച്ഛൻ പറയാറുള്ള ഒരു ആശ്വാസ വാക്കുണ്ട്, ഒരു കാർമേഘവും നിലനിന്നിട്ടില്ല. ഒന്നുകിൽ അത് പെയ്തൊഴിയും, അല്ലെങ്കിൽ അത് സ്വയം ഇല്ലാതാകും. നമ്മുടെ പ്രശ്നങ്ങളും അതൊക്കെ തന്നെയാണ്. ഗത്യന്തരമില്ലാത്ത വരുമ്പോൾ ഒരു മനുഷ്യൻ്റെ പോംവഴി പ്രാർത്ഥനയാ മോളെ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല മോളെ. ഈ സമയം നമ്മുടെ രാജുവിൻ്റെ കുടുംബമൊക്കെ നല്ല നിലയിൽ എത്തിയെന്ന് തോന്നുന്നു. രാധമ്മ വളരെ സന്തോഷത്തോടാണ്. പ്രിയ അങ്ങോട്ട് വരുന്നുണ്ട്. ആ പ്രിയയോ, നീ എന്താ ഈ സമയത്ത് വന്നേ? കുറച്ചുകൂടെ നേരത്തെ വരാൻ വയ്യായിരുന്നോ? ഐഷു എവിടെ? അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ വയ്യായിരുന്നു. അമ്മേ, അവളങ്ങ് ഹോസ്റ്റലിലല്ലേ? അവൾക്ക് അടുത്ത ആഴ്ച പരീക്ഷ. ഓ ശരിയാ, അവള് +2 അല്ലേ എന്നൊക്കെ കുശലാന്വേഷണങ്ങൾ പറയുവാണ്. അല്ല, എൻ്റെ അച്ഛൻ എവിടെ? മൈ ഫാദർ. അച്ഛൻ കേക്കണ്ട, കേട്ട് വന്നാൽ എനിക്കൊരു കുഴപ്പമില്ലമ്മേ. അമ്മേ, ഈ വാതിലൊക്കെ ഇങ്ങനെ മലർക്കെ തുറന്നിട്ടിട്ട് അമ്മയും അച്ഛനും അകത്ത് കയറിയാൽ വല്ല കള്ളന്മാരോ മറ്റും കയറില്ലേ? ഇവിടെ അങ്ങനെ കള്ളന്മാരൊന്നും കയറില്ല. അമ്മ, അച്ഛൻ എന്തേ? അച്ഛാ എന്നിങ്ങനെ വിളിക്കുമ്പോൾ നീ വിളിച്ചൊന്നും കൂവണ്ട, അച്ഛൻ ഇവിടെ ഇല്ല. അപ്പോഴച്ഛൻ ഇവിടെ ഇല്ല. ആശ്വാസമായി എന്തോ കള്ളപ്പരിപാടിയും കൊണ്ട് വന്നിരിക്കുവാണ് ഇവള്. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? വരുമ്പോഴേ അച്ഛൻ്റെ ആ ചീത്തവിളിയുടെ ആ വെയിറ്റ് ഒന്ന് കുറയുമല്ലോ. അച്ഛനും അമ്മയ്ക്കും ഞാൻ നാണ്ട കൊണ്ടുവന്ന മസാല വടയും പപ്പട വടയും ഇതാണോടി വയസ്സായി ഞങ്ങൾക്ക് കൊണ്ടുവരുന്നത്? അത് കേട്ടോണ്ട് താണ്ട വേണുവേട്ടം വരുന്നു. 7-8 ദിവസം മുമ്പ് എണ്ണയിൽ പൊരിച്ച ആ പഴകിയ പലഹാരം ഇത് കഴിച്ചിട്ട് വേണം എൻ്റെ രാധയുടെയും വയറ് നൈട്രജൻ ബോംബ് പോലാകാൻ. അത് പോരാഞ്ഞിട്ട് ഉദരരോഗം പിടിപെട്ട് ഞങ്ങൾ ആസ്പത്രിയിലും ആകണം. പെട്ടെന്നെങ്ങാനും ഞങ്ങളങ്ങ് ചത്തുപോയാൽ പിന്നെ നീ ഞങ്ങളെ അന്വേഷിച്ച് വരേണ്ടതില്ലല്ലോ. എന്തിനാച്ചാ ഇങ്ങനൊക്കെ പറയുന്നത്? അതൊക്കെ ഇരിക്കട്ടെ, രാജു വിളിക്കുവോ? എല്ലാ ദിവസവും വിളിക്കുവച്ചാ അവനല്ലേ ഐഷുമോളെ പഠിപ്പിക്കുന്നത്? അതൊക്കെ ഇരിക്കട്ടെടി പ്രിയേ. എൻ്റെ പുന്നാര മരുമകനിപ്പോൾ ആരുടെ പിയെയാ? അച്ഛാ, അതിപ്പോൾ എൻ്റെ പിയെയാ. എന്താ അച്ഛാ, അച്ഛൻ വലിയ പർച്ചേസ് കഴിഞ്ഞിട്ട് വരുവാണെന്ന് തോന്നല്ലോ. അതെ, എൻ്റെ രാധമ്മയ്ക്ക് കുറച്ച് സാരി വാങ്ങി. അത് കേട്ടപ്പോൾ പ്രിയയുടെ മുഖം ഒന്ന് വാങ്ങി. അവൾക്ക് മാത്രമല്ലടി, നിനക്കും ഉണ്ട്, നിന്റെ പുന്നാര ഭർത്താവിനും ഉണ്ട്. എന്താ അച്ഛാ വിശേഷം? വിശേഷമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങളെല്ലാവരും ഒന്ന് റെഡി ആയിക്കോ. അതിനാണോ അപ്പം അച്ഛൻ വരാൻ പറഞ്ഞത്? അതെ. അമ്മ, ശ്രീലക്ഷ്മി വരുമോ? അവൾ എങ്ങനെ വരാനാ മോളെ? അവൾ തിരക്കല്ലേ? പ്രമോഷനോടുകൂടിയ ട്രാൻസ്ഫർ അല്ലായിരുന്നോ ആറ്റിങ്ങലിലോട്ട്? എടി രാധമ്മേ, ആ സാരിയൊക്കെ ഒന്ന് നോക്കിക്കേ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മേടിച്ചല്ലേ. അതെന്താ വേണുവേട്ട അങ്ങനെ പറഞ്ഞ്? അന്നും ഇന്നും വേണുവേട്ടൻ വാങ്ങിച്ചു തന്നെ സാരിയല്ലേ ഞാൻ ഉടുക്കുന്നത്. ദാരിദ്ര്യവും സങ്കടവും എല്ലാം അവരെ വിട്ടുപോയി. അവരിന്ന് വളരെ സന്തോഷത്തിലാണ്. വേണുവേട്ടൻ്റെ വേഷവിധാനം, രാധമ്മയുടെ വേഷവിധാനം എല്ലാം നല്ല സമ്പത്തിനെ വിളിച്ച് കാണിക്കുന്നുണ്ട്. നന്ദന ഇങ്ങനെ കാലും വെച്ച് സോഫയിൽ ഇരിക്കുവാണ്. ഒരു അനുസരണയുള്ള നായക്കുട്ടിയെ പോലെ കൈകെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ദീപക്കടുത്ത്. അല്ല നന്ദു, നമ്മൾ ഈ വീട് വിറ്റ് കഴിയുമ്പോൾ നമ്മൾ രണ്ടുപേരും എവിടെ താമസിക്കും? നമുക്ക് താമസിക്കാനാണോ ദീപു വീടുകളില്ലാത്തത്? നമ്മൾ കൊട്ടാരത്തിൽ തന്നെ താമസിക്കും. തൻ്റെ പാൽക്കാരി അംബിക അങ്ങോട്ട് വരുന്നുണ്ട്. ഇവളെ വിറ്റ പൈസ നന്ദനയുടെ കയ്യിലുണ്ട്. ഇവളതൊന്നും മനസ്സിലാക്കാത്ത വലിയ അഭിനയത്തോടെ ചിരിച്ചോണ്ട് വരിക. അല്ല, എന്തൊക്കെയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ വിശേഷങ്ങൾ? ഇതിനു മുമ്പ് കാലും വെച്ച് അഹങ്കാരത്തിൽ അംബികയാണ് ഇരുന്നത്. ഇപ്പോൾ തന്നെ അംബിക കൈയും കെട്ടി മരുമകളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. പെട്ടെന്ന് ദേഷ്യത്തോടെ നന്ദന, ഈ സ്ത്രീ എന്തൊരു മര്യാദകേടാണ് കാണിക്കുന്നത്?
പുറത്തുനിന്ന് ഡോറ് തട്ടി ഞങ്ങളുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണ്ടേ അകത്തോട്ട് കയറി വരാൻ. അംബികയുടെ അഭിനയം അവിടെ ഫലിച്ചില്ല. ആകെ ചമ്മി നാറി വിളറി ഇങ്ങനെ നിൽക്കുക. മരുമകളെ സോപ്പിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി വന്നതാ. അഹങ്കാരിയായ മരുമകൾ പറയുന്നു, യൂസ്ലെസ് ഫെലോ, ഗെറ്റ് ഔട്ട്. നിനക്കിത് കിട്ടണവടി അംബികെ. ഇവളെ ഈ വീട്ടിൽ കൊണ്ടുവരാൻ നീ കളിച്ച നാടകം. ഒരു കള്ള ജോത്സനെ വിളിച്ചു വരുത്തി എന്തൊക്കെയാ പറയിപ്പിച്ചത്. പൂരം നക്ഷത്രക്കാരി മരുമകൾ ഈ വീട്ടിലോട്ട് വന്നു കയറിയാൽ ഈ വീടിന് വലിയ ഐശ്വര്യമാണ്. ഈ വീടിൻ്റെ സ്ഥിതി തന്നെ മാറുമെന്ന് കണ്ടില്ലേടി ഭൂതനെ. ഈ വീടിൻ്റെ സ്ഥിതി ഇപ്പോൾ എങ്ങനെ മാറിയതെന്ന്. ഇത് നീ കാരണം മാറിയതല്ലേ, നീ അനുഭവിച്ചേ മതിയാവും. വിളറിയ ചിരിയോടെ അംബിക പറയുക മരുമകളോട്, സോറി, ഞാൻ പുറത്തു പോയി ഡോറ് തട്ടി പെർമിഷൻ ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് അവൾ പുറത്തോട്ട് പോന്നു. നീയൊക്കെ എന്തിനാടി ജീവിച്ചിരിക്കുന്നത്? പോയി ചത്തൂടെ? ദീപക്കനോട് നന്ദന ചോദിക്കും, എടാ നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഇങ്ങനൊരു അമ്മേ? അമ്മയുടെ കയ്യിൽ നിന്നെല്ലാം കൈവിട്ടു പോയില്ലേ, അതുകൊണ്ട് അമ്മയുടെ കിളി പോയി നടക്കുക. അംബിക പോയി ഡോറടച്ചു. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ മേ ഐ കമിൻ പ്ലീസ് എന്നിങ്ങനെ നന്ദനയോട് ചോദിക്കുക. അവളും അകത്തോട്ട് വരാൻ പെർമിഷൻ കൊടുക്കുന്നു. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് അടുത്തുള്ള ചേറയിൽ ഇരിക്കാനുള്ള പോക്കായിരുന്നു അംബിക. അത് മനസ്സിലാക്കിയിട്ട് നന്ദന പെട്ടെന്ന് അവളുടെ കാല് രണ്ടും പൊക്കിയ ചേറിലോട്ടങ്ങ് വെച്ച്. നിങ്ങൾ വന്ന കാര്യം പറയും. ഞാൻ മോളോടൊരു കാര്യം ചോദിക്കാൻ വന്ന. ആ കാര്യം എന്താന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നീണ്ട കഥ പോലെ വഷളാക്കി കഥ പറയാതെ എന്താന്ന് വെച്ച കാര്യം ഒറ്റ വാക്കിൽ പറഞ്ഞോണം. അതെ, ഈ വീട് വിൽക്കുമ്പോൾ എനിക്കെന്ത് തരുമെന്ന് അറിയണമല്ലോ, അത് ചോദിക്കാൻ വന്നതാ. പരിഹാസത്തോടെ നന്ദന, എന്ത് വീട് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരുമോന്നോ? ഈ വീടിന്റെ മുറ്റത്തൊരു തെങ്ങുണ്ട്, അതിൽ 2 ഉണങ്ങിയ ഓലമുടൽ താഴെ വീണ് കിടക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങളെടുത്തോ. ഇപ്പോൾ തണുപ്പ് കാലമല്ലേ, കത്തിച്ചിട്ട് നിങ്ങൾക്ക് തീ കായാം. എടി, അധികം വിളയല്ലേ. നീ എൻ്റെ മരുമകളാണെന്ന് കരുതി ഈ വീടും പ്രോപ്പർട്ടിയല്ല, പ്രമാണം ചെയ്തെന്നേ ഉള്ളൂ നിന്റെ പേരിൽ. ഇതിന്റെ യഥാർത്ഥ അവകാശി ഞാൻ തന്നെയാ. ദീപക്കിനെ നോക്കിയിട്ട് നന്ദന പറയാം, ഇതിനുള്ള മറുപടി ആരാ പറയേണ്ടത്? അയ്യോ പാവം, അനുസരണയുള്ള ആട്ടുംകുട്ടി. ദീപക്ക് പറയാം, അയ്യോ ഞാൻ പറഞ്ഞോളാം ഇതിനുള്ള മറുപടി. അമ്മേ, ഈ സ്വത്തുക്കളെല്ലാം എന്നേ നന്ദുവിന്റെ പേരിൽ റെക്കോർഡിക്കലായതാ. പിന്നെ അമ്മ അവകാശം പറഞ്ഞു വരുന്നത് മര്യാദ കേടല്ലേ? എന്ന് വെച്ചാൽ എന്താടാ പറഞ്ഞത്? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിലൊരു 10 പൈസയുടെ അവകാശം പോലും നിങ്ങൾക്കില്ലെന്ന്. എടി, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. എൻ്റെതായി വീടും സ്വത്തും ഒക്കെ എനിക്കിതിലുള്ള അവകാശം കിട്ടണം. ദീപു, ഈ സ്ത്രീക്ക് എന്താ വട്ടുണ്ടോ? വട്ട എനിക്കല്ലടി, നിനക്കാ. ദേണ്ടേ, ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. ഞാൻ പോയി കേസ് കൊടുക്കും. ദീപു, ഇവരെ ഞാൻ അടി കൊടുത്ത് ഓടിക്കണോ അതോ ദീപു പറഞ്ഞു വിടുന്നോ? അയ്യോ, അടിയൊന്നും കൊടുക്കണ്ട. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അമ്മയല്ലേ, ഞാൻ പറഞ്ഞു വിട്ടോളാം. അമ്മ ഇങ്ങോട്ട് വന്നേമ്മേ എന്നും പറഞ്ഞ് പിടിച്ച് വലിച്ച് അംബികയെ പുറത്തോട്ട് കൊണ്ടുപോവാണ് ദീപക്. എടാ, എൻ്റെ കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞ് എന്നും പറഞ്ഞ് അംബിക മോൻ്റെ കർണക്കുറ്റിക്കൊരൊറ്റടി. അച്ചിക്കോന്തനെ എച്ചി. എടാ, നിനക്ക് പോയി കെട്ടിത്തൂങ്ങി ചത്തുകൂടെടാ. ഇത് തന്നെല്ലേടി അംബികയെ ഞാൻ കുറച്ചു മുമ്പ് നിന്നോട് ചോദിച്ചത്. സ്വന്തം സഹോദരൻ്റെ കുടുംബജീവിതം തകർത്ത് അവനെ ഒരു പിച്ചക്കാരനെ പോലെ ആക്കിയിട്ടും നിനക്ക് മതിയായില്ലേ? ഇനിയെങ്കിലും പോയി അല്പമെങ്കിലും പശ്ചാത്താപം ഉണ്ടാക്കി നീ പോയി കെട്ടിത്തൂങ്ങി ചത്തുകൂടെടി രാക്ഷസി. അംബികയുടെ കയ്യിൽ നിന്ന് കർണക്കുറ്റിക്ക് അടിയും വാങ്ങി തടയിക്കൊണ്ടിങ്ങനെ നിൽക്കുവാണ് ദീപക്. അംബിക ദേഷ്യത്തോടെ നടന്നങ്ങ് പോയി. ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നറിയാതെ ശേഖരനും യാമിനിയും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴൊരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം. ശേഖരൻ പറഞ്ഞ യാമിനിയോട്, അത് ആരാന്നൊന്ന് പോയി നോക്കിക്കേ. ഞാൻ ബ്രോക്കർ രാമകൃഷ്ണനാ, വീടും പറമ്പും ഒക്കെ വാങ്ങിക്കുകയും വിറ്റുകൊടുക്കുകയൊക്കെ ചെയ്യും. ഇംഗ്ലീഷിൽ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്നും പറഞ്ഞ് വലിയ ഗമയിൽ അയാൾ അങ്ങോട്ട് കയറി വരിക. ശേഖരൻ ചോദിക്കും, നിങ്ങൾക്കെന്താ ഈ വീട്ടിക്കാര്? അതെ, ഞാൻ നന്ദന മാഡം പറഞ്ഞിട്ട് വന്നതാ, ഈ വീട് വിൽക്കാൻ പോവാന്ന് പറഞ്ഞു. ശേഖരൻ ഇങ്ങനെ അതിശയത്തോടെ, അതൊന്നും ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. അപ്പൊ നന്ദനയും ദീപക്കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദന പറയാം, എല്ലാരെയും വിളിച്ചറിയിക്കാൻ വെഡിങ് ഫംഗ്ഷൻ ഒന്നും അല്ലല്ലോ. ഇനി അഥവാ അത് അറിയിച്ചാൽ പോലും വലിയൊരു തുക തന്ന് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇവിടെ ആർക്കും ഇല്ലെന്നും എനിക്കറിയാം. അതുകൊണ്ട് അറിയിക്കേണ്ടവരെ മാത്രമേ ഞാൻ അറിയിച്ചിട്ടുള്ളൂ. അവർക്കത് ഇഷ്ടപ്പെട്ടാൽ അവരിതങ്ങ് വാങ്ങും. ബാക്കിയുള്ളവരൊക്കെ പെട്ടിയും പ്രമാണവും ഒക്കെ തുടച്ചേ വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് റെഡിയായിരുന്നോ? പഴയ അഹങ്കാരവും അധികാരവും കയ്യിലുണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ദാണ്ടെ അംബിക അങ്ങോട്ട് വന്നിട്ട്, നന്ദനെ, ഇങ്ങനെയാണോ മുതിർന്നവരോട് സംസാരിക്കുന്നത്? എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയൂ. പിന്നെ എൻ്റെ സംസാര രീതി മെച്ചപ്പെടുത്താനുള്ള യോഗ്യതൊന്നും അംബികെ നിങ്ങൾക്കില്ല. ബ്രോക്കറിന് ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അവൻ പറയും, ഞാൻ ഈ വീടൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ആ ഭിത്തിയിലൊക്കെ തട്ടിയിട്ട് ഇതൊക്കെ ഒറിജിനൽ തേക്ക് തടി തന്നെയാണോ അതോ ഡിസൈനാണോ? ഇപ്പോഴാണെങ്കിൽ തേക്കിനെ വെല്ലുന്ന പ്ലാസ്റ്റിക് ഡിസൈൻസ് ഒക്കെ ഉണ്ട്. സ്കാൻ ചെയ്ത് നോക്കിയാൽ പോലും അറിയാൻ പറ്റില്ല, അത്രയ്ക്ക് കിടിലൻ സാധനങ്ങളാ. നന്ദന പറയാ, ഇത് പണം ചിലവാക്കി ചെയ്ത വീടാ, കോടികൾ. അതിന്റെ ക്വാളിറ്റി വീടിനും കണ്ടേക്കും. കൃതിക ചെറിയമ്മയോട് പറയുന്ന, ചെറിയമ്മയുടെ അഹങ്കാരം കണ്ടോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മോൾ ഇപ്പോൾ ഒന്നും വേണ്ടണ്ട. ബ്രോക്കർ ഭയങ്കര അഹങ്കാരം. ഇത് ഇറ്റാലിയൻ മാർബിൾ ആണോ അതോ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണോ?
ദീപക്കുടനെ ഇറ്റാലിയൻ മാർബിള്. ശേഖരനെ സഹിക്കൂ അവൻ്റെ ഒരു ഇറ്റാലിയൻ മാർബിള്. യാമിനി പറയും, എൻ്റെ പൊന്ന് ശേഖരേട്ട ഒന്നും മിണ്ടാതിരിക്കുക. ബ്രോക്കർ പറയും, എപ്പോൾ എനിക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടു, എനിക്കിത് ഓക്കെ ആണെങ്കിൽ വാങ്ങാൻ പോകുന്ന ആളിനും ഇത് ഓക്കെയാ. എൻ്റെ കമ്മീഷൻ്റെ കാര്യം അറിയാമല്ലോ, മേഡത്തിന് എനിക്ക് വിശ്വാസവുമാണ്. ഞാൻ പറഞ്ഞതാ, ആര് തരുന്നതിനേക്കാളും കൂടുതൽ ഞാൻ തനിക്ക് തന്നിരിക്കും. അയ്യോ താങ്ക് യു മേഡം, ചിലർ 3% തരാന്ന് പറയും. കാര്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ അത് തരില്ല. വാ നന്ദു, നമുക്ക് ഇയാളെ വീടെല്ലാം മൊത്തം കാണിക്കാം എന്നും പറഞ്ഞ് ദീപക് നന്ദനെയും വിളിച്ചുകൊണ്ട് ബ്രോക്കറുമായിട്ട് പോവുകയാണ്. കാത്തു വെച്ചിരുന്ന കസ്തൂരി മാമ്പഴം കാക്കച്ച് കൊത്തിപ്പോയേ എന്ന ഭാവത്തിൽ ദാണ്ട അംബിക ഇങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിൽ നോക്കി നിൽക്കുക. ഈ വീടും സ്വത്തുക്കളും അടിച്ചെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു പ്രതാപനെയും പത്മാവതിയെയും ഇവൾ പിരിച്ചത്. ഇപ്പോൾ എന്തായി? വല്ലതും കിട്ടിയോ? നടു റോഡിലോട്ട് ഇറങ്ങണം ഇപ്പോൾ അവള്. ഇനിയും സമയം ഉണ്ടടി അംബിക, ഇപ്പോഴെങ്കിലും നീ ആ നടന്ന സത്യം ആ പ്രതാപനോടങ്ങ് പറ. അങ്ങനെങ്കിലും നിനക്ക് അല്പം മോശം കിട്ടട്ടെ. പ്രതാപൻ ഋതിയോട് പറയാ, അവസാന കാലം വരെ ഇവിടെ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഒരുപാട് ആഗ്രഹിച്ചു വെച്ച വീടാ. എന്താ പ്രതാപ ഇങ്ങനൊക്കെ പറയാൻ നാണമില്ലേ? ആ വീട്ടിൽ നടന്ന സംഭവം നീ ഒന്ന് റിവേഴ്സ് അടിച്ച് നോക്കിക്കേ. ആ രാജുവിനെയും രാജുവിൻ്റെ കുടുംബത്തെ നീ അവിടുന്ന് അടിച്ചിറക്കി വിട്ടത്. അന്ന് വേണുവേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വർമ്മസാറേ കാലം ഇതിനൊക്കെ കണക്ക് ചോദിക്കുമെന്ന്. പോരാത്തതിന് താലികെട്ടിയ ഉത്തമയായ ഭാര്യ പത്മാവതി പറഞ്ഞത് ഓർമ്മയുണ്ടോ? പെണ്ണിൻ്റെ കണ്ണുനീര് വീണത് ദ്വാരകയിലാണെങ്കിലും അത് കടലെടുക്കുമെന്ന്. ഇതൊക്കെ മുന്നിൽ തെളിഞ്ഞിട്ടും നടന്ന സംഭവം എല്ലാം മനസ്സിലാക്കുന്നില്ലല്ലോ പ്രതാപ നീ. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്ന് നീ എന്താ മനസ്സിലാക്കാത്തത്? ഒരുപാട് പേരെന്നെ കാണാൻ വന്ന വീടായത്. ഇപ്പോഴെൻ്റെ മേൽവിലാസമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. എന്തൊക്കെയായിരുന്ന ഞാൻ ഇപ്പോൾ ഒന്നുമില്ലാതെയായി പോയെന്നുള്ളൊരു തോന്നൽ. അച്ഛൻ വിഷമിക്കല്ലേ. ജീവിതത്തിൽ ജയവും പരാജയവും ഒക്കെ സാധാരണമല്ലേ? ചിലർക്കത് സാധാരണ ആയിരിക്കും മോളെ, പക്ഷെ എനിക്കത് അങ്ങനെയല്ല. ഈ പടി കടക്കുമ്പോൾ എൻ്റെ സമ്പാദ്യം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, എൻ്റെ അന്തസ്സും കൂടിയാണ്. ആളുകൾ എന്നെ നോക്കി സഹതപിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. ആരാച്ചാ എൻ്റെ അച്ഛനെ നോക്കി സഹതപിക്കുന്നത്? ഈ വീടും പ്രോപ്പർട്ടിയും ഒന്നും അല്ല എൻ്റെ അച്ഛൻ്റെ സ്വത്ത്. എൻ്റെ അച്ഛൻ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത ഒരു പേരുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. അതാർക്കും അച്ഛനിൽ നിന്നും തട്ടിയെടുക്കാനാവില്ല. അച്ഛൻ സീറോയിൽ നിന്നല്ലേ തുടങ്ങിയത്. ഒരു വട്ടം കൂടി അച്ഛനൊന്ന് ശ്രമിച്ചുകൂടെ? ഞാനും അച്ഛൻ്റെ കൂടെ ഒപ്പമുണ്ട്. പൊരുതി നേടാനുള്ള ധൈര്യമൊന്നും ഇപ്പോൾ ഈ ശരീരത്തിന് ഇല്ല മോളെ. വെറും ശൂന്യത മാത്രം. എല്ലാം കൈവിട്ടു പോയവൻ്റെ ഒരവസ്ഥ. തോറ്റുകൊടുക്കാൻ പാടില്ലെന്ന് മുൻപ് അച്ഛൻ പറയാറില്ലേ? അത് തന്നെയാണ് ഇപ്പോഴും എനിക്കും പറയാനുള്ളത്. എൻ്റെ അച്ഛൻ തളരരുത്, അത് മാത്രം എനിക്ക് താങ്ങാൻ കഴിയില്ല. അച്ഛൻ്റെ ഈ മോൾ എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. എൻ്റെ അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. അഹങ്കാരിയായ നന്ദനെ അങ്ങോട്ട് വരുന്നുണ്ട്. ബ്രോക്കറോട് പറയാം, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഈ വീട് വാങ്ങിക്കാൻ വരുന്നവർക്ക് പണം മാത്രം പോരാ, എന്നെപ്പോലെ സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കണം. അതെനിക്ക് നിർബന്ധമാണ്. അയ്യോ അത് പിന്നെ പറയാനുണ്ടോ മേഡം? എൻ്റെ കയ്യിൽ അങ്ങനെയുള്ള കസ്റ്റമേഴ്സേ ഉള്ളു. മേഡത്തിൻ്റെ നിലയ്ക്കും വിലയ്ക്കും പറ്റിയ ഒരാളെ ഞാൻ കൊണ്ടുവന്ന് തരാം. ഇതിന് ഞാൻ ഗ്യാരണ്ടി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞാൻ വെറും വില കുറഞ്ഞ കസ്റ്റമേഴ്സുമായിട്ടൊന്നും ഇടപെടാറില്ല. നന്ദനയ്ക്ക് പറ്റിയ ബ്രോക്കർ തന്നെ. ഞാൻ ഡീൽ ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ പേര് കേട്ടാൽ മേഡം ഞെട്ടും. പ്രതാപന്റെ മുന്നിൽ കാലും പൊക്കി വെച്ചിരിക്കുന്ന നന്ദനെ കണ്ടിട്ട് അംബിക അങ്ങോട്ട് വന്നിട്ട്, നന്ദനെ പ്രതാപന്റെ മുന്നിലാണോ നീ ഇങ്ങനെ ഇരിക്കുന്നത്? കാല് താഴ്ത്തിയിട്. എടി നിന്നോടല്ലേ പറഞ്ഞത്, കുറച്ച് കോമൺ സെൻസ് കാണിക്ക്. അപ്പോൾ അവൾ ഒന്നുകൂടി കാലിങ്ങനെ പൊക്കി വെക്കുക. അത് കണ്ടിട്ട് പ്രതാപൻ പറയാം, വേണ്ട ചേച്ചി, മഹാഭാരതത്തിലെ പാണ്ഡവരുടെ കൊട്ടാരത്തിൽ ചെന്ന് അഹങ്കാരത്തോടെ കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്ന ദുര്യോധനന്റെ ഒരു കഥയുണ്ട്. ആ അഹങ്കാരത്തിന്റെ ഫലവാ പിന്നെ കുരുക്ഷേത്രത്തിൽ ദുര്യോധനന്റെ തൊട തല്ലിപ്പൊട്ടിച്ച് അവിടെ അവസാനിച്ചത്. അത് കഥയാണ് ചേച്ചി, പക്ഷേ ഇത് ജീവിതമാണ്. ഇനി അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഋതികയും കുട്ടി പോകാനൊരുങ്ങുമ്പോൾ പ്രതാപനോട് നന്ദന പറയാം, വല്യമ്മാവൻ അവിടെ നിന്ന് നിന്നേ, എനിക്ക് വല്യമ്മാവനോട് ബഹുമാനക്കുറവൊന്നുമില്ല. പിന്നെ ഈ മുഖത്ത് കാണുന്ന ഈ സങ്കടം, ഇത് ഞാൻ കുറെ അധികം കാണാൻ ആഗ്രഹിച്ചതാ. സങ്കടം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി സങ്കടത്തിന്റെ ഒരു ഘോഷയാത്രയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുകൊണ്ടൊന്നും നന്ദനയുടെ പ്രതികാരം അടങ്ങിയിട്ടില്ല. അവൾ പറഞ്ഞതുപോലെ പ്രതാപനും കുടുംബം പിച്ച എടുക്കുന്ന അവൾക്ക് കാണണം. അതിൻ്റെ വീഡിയോ എടുത്ത് അവിടെ അച്ഛനെ കാണിച്ച് അവളുടെ അച്ഛൻ പൊട്ടിച്ചിരിക്കുന്ന അവൾക്ക് കാണണം. അപ്പോഴേ അവളുടെ ഈ പ്രതികാര ദാഹം അടങ്ങത്തും. അവള് പ്രതികാരമോ മണ്ണാങ്കട്ടി എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ആ വീട് വാങ്ങിക്കാൻ വരുന്ന ആരാണ്? ഇനി നമ്മുടെ രാജുവാണോ എന്നൊന്നും അറിയില്ല. ഇനി അതിനെക്കുറിച്ചൊക്കെ അറിയാനായി നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.